വെൽക്കം ബാക്ക് ടു ഡേ 4 ഐവി ട്രിപ്പ്. അപ്പൊ നമ്മുടെ ഇന്ന് ഡേ 4th ആണ്. അപ്പൊ നമ്മളിപ്പോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോകണം. നമുക്ക് ഇന്ന് വലിയ കറക്കം ഉണ്ടെന്ന് അറിയില്ല. ഇന്ത്യ ഗേറ്റ് നമ്മൾ കാണാൻ പോകണമെന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ പാർലമെന്റ് കാണുമായിരിക്കും. അങ്ങനെയാണ് ഇന്ത്യ ഗേറ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്. നമ്മൾ മെയിൻ ആയിട്ട് പോയിന്റ് ഔട്ട് ഇതുവരെ സൈറ്റ് സീനിൽ ഇന്ത്യ ഗേറ്റ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ വീഡിയോ എടുക്കുമ്പോഴത്തേക്കും അവിടെ കോപ്രായം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് നമ്മളിപ്പം ഈ സമയത്ത് ഇന്നാണ് നമുക്ക് ഏപ്രോന്റെ ID കാർഡിന്റെ നമുക്ക് ഉപയോഗം വരാൻ പോകുന്നത്. നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ ക്യാഷ് വിയർ ആയിട്ടുള്ള കുർത്ത സെറ്റ് ഇട്ടത്. ഇപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി മാം നമ്മളെ വിളിച്ചിട്ടുണ്ട്. നമ്മൾ ചെന്നില്ലെങ്കിൽ നമുക്കിപ്പം നല്ലോണം വയറ് നിറച്ച് കിട്ടും. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട ആവശ്യമില്ല. ഗൈസ് നമ്മളപ്പോൾ ഇന്നലെ രാത്രി വന്ന ടെറസിൽ തന്നെ ഇന്ന് രാവിലെ വന്നിരിക്കുകയാണ്. നല്ല വെയിലൊക്കെ ഉണ്ട്. അതെ, രാവിലെ കഴിക്കാൻ നമുക്കത് പൂരിയും വെജിറ്റബിൾ കറിയും. ഗൈസ് നമ്മളങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നമ്മളിനി പോവാണ്. ഏപ്രോൺ എടുത്തു. നീ സംസാരിച്ചോ? പിന്നെ ഫോണിലാണ് ഗൈസ്. ഏപ്രോൺ എടുത്തു. നമ്മളിനി ID കാർഡ് ഇട്ടു. പോയിട്ടല്ലേ ബസ്സിൽ കയറി നമ്മൾ പോവാണ്. നമ്മൾ ഇനി അകത്തോട്ട് കയറാൻ പോവാണ്. സംസാരിക്കാൻ പറ്റത്തില്ല. അകത്ത് വീഡിയോ എടുക്കാൻ പറ്റുമല്ലോ എന്ന് അറിയത്തില്ല. ഗൈസ് നമ്മളങ്ങനെ ഇവിടുത്തെ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങുവാണ്. ഗൈസ് എങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ് ഒക്കെ? അതാ ഗൈസ് പെട്ടുപോയി. വീഡിയോ എടുക്കാൻ പറ്റില്ല, ഫോൺ ഓഫ് ആക്കി വെക്കാൻ. അങ്ങനെ നമുക്ക് വീഡിയോ കിട്ടുവാണെങ്കിൽ നമ്മൾ ഇട്ടത് എഡിറ്റ് ചെയ്ത് ഇപ്പൊ ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് വേണ്ടി അറേഞ്ച് ചെയ്ത് നിൽക്കാറുണ്ട്. ഗൈസ് അപ്പോൾ നമ്മൾ TNAയുടെ ക്ലാസ് എല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോൾ പുറത്ത് നിൽക്കുകയാണ്. ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഗ്രൂപ്പ് ഫോട്ടോ സിംഗിൾ ഫോട്ടോ എല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്. നല്ല ബാക്ക്ഗ്രൗണ്ട് ആണ്. നമ്മൾ വെറുതെ ഫോട്ടോ ഒക്കെ എടുത്തിരിക്കുകയാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ TNAയുടെ റിസർച്ച് സെൻറ്ററിലേക്കാട്ടോ പോയത്. പിന്നെ അവിടെ നമുക്കൊരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു അവർ. അങ്ങനെ അതെല്ലാം അറ്റൻഡ് ചെയ്തിട്ട് നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലെ ഓരോ കാര്യങ്ങൾ കാണാൻ വേണ്ടി പോയായിരുന്നു കേട്ടോ. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും അവർ എന്തൊക്കെ സ്കിൽസാണ് പഠിപ്പിക്കണത്, അങ്ങനെയൊക്കെയാണ് പഠിപ്പിക്കണേ, അങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് അവർ കാണിച്ചു തന്നായിരുന്നേ. അപ്പോൾ അതെല്ലാം വേണ്ടി കാണാൻ വേണ്ടി നമ്മൾ A ഗ്രൂപ്പും B ഗ്രൂപ്പായിട്ട് അവർ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ലാബെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ അവിടുത്തെ ഒരു മ്യൂസിയം കാണാൻ വേണ്ടി പോയായിരുന്നേ. അവിടെ ചെന്നപ്പോഴത്തേക്ക് നമ്മളൊരു ഫ്ലോറൻസ് നൈറ്റിംഗേളുടെ സ്റ്റാച്ചുവും ഫ്ലോറൻസ് നൈറ്റിംഗേളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ അവിടെ കുറേ കണ്ടായിരുന്നേ. പിന്നെ അവിടെ നമ്മൾ നേരെ തിരിച്ച് ഹോട്ടലിലേക്കായിരുന്നേ പോയത്. നമ്മളങ്ങനെ നമ്മുടെ സ്ഥലത്തെത്തി. ഇന്ന് നമുക്ക് ചായ കുടിക്കണം. 6 മണിക്കാണ് ചായ കിട്ടുന്നത്. നമ്മളിനി ഷോപ്പിങ്ങിന് വേണ്ടി പോവാണ്. ഇപ്പൊ തന്നെ ഓൾറെഡി അവിടെ എത്തി. ഞങ്ങളുടെ മുഖം കാണുമ്പോഴേ നിങ്ങൾക്കറിയാം നല്ല ക്ഷീണിച്ചു. ഇല്ല ഗൈസ്, തീരെ ഇല്ല. അപ്പൊ നമ്മൾ വഴി ഭയങ്കര ഇതായതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അതാ ഗൈസ് നടന്നിട്ട് എത്തള്ളാന്ന് പറയത്തില്ല. അതാ കുറച്ചധികം നമുക്ക് നടക്കാനുണ്ട്. ഗൈസ് വെട്ടിയിട്ട വാഴ പോലെ കിടക്കുന്ന മിന്നു സുനിൽ. ട്രിപ്പിന് വന്നാലും ക്ഷീണം, റൂമിലിരുന്നാലും ക്ഷീണം, ക്ലാസ് കെട്ടാലും ക്ഷീണം, വെറുതെ നടന്നാലും ക്ഷീണം, എല്ലാത്തിനും ക്ഷീണം. തിരിച്ചു വരുമ്പോ കണ്ടോ ചായ കേട്ടപ്പോഴായിരുന്നു ഓടുകയാണ്. ക്ഷീണമായി ഗൈസ് ഞങ്ങൾക്ക് അത്രയും. ഹലോ അൽനാബെന്നെ, എന്തോ ഒറ്റ വ്ളോഗ് നിന്നെ കിട്ടിയിട്ടില്ല. എന്ത് ചെയ്യാൻ ബിസിയാണ് നമ്മൾ, അതുകൊണ്ടാണ്. പക്ഷെ ഇങ്ങനെയുള്ള വ്ളോഗുകളിൽ കാണും, കാരണം ഇനി നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ആണോ? ഹായ് സാർ. ഇഷ്ടപ്പെട്ടില്ലേ? പോകാൻ മാറ്റാൻ ഒരു വഴിയില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. അർച്ചന എന്നാ പറ്റി? അടിച്ചുപോയി.
സൗണ്ട് ഒന്നും ഇല്ല അതാ. ഞാനത് വോയിസ് ഓവർ കൊടുത്തേക്കുന്നത് അപ്പൊ ഗൈസ് നമ്മളത് ഈ കോലത്തിൽ തന്നെ ഷോപ്പിങ്ങിന് ഇറങ്ങി. കാരണം ഉള്ള മാർക്കറ്റ് കരോൾ ബാഗ് എന്ന് പറഞ്ഞ മാർക്കറ്റാണ്. പ്രൊഡക്ട്സ് ഇറക്കിയെന്ന് തോന്നുന്നു. അപ്പോൾ ഭയങ്കര തിരക്കാണ്. ഭയങ്കര കാണിച്ചത് ബാഗ് കാണിച്ചിട്ട് പൊക്കിയാണ് ഗൈസ് കണ്ടോ, അപ്പടി തിരക്കാണ്. അപ്പൊ നമ്മളിങ്ങനെ എടുക്കുമ്പോൾ ഒരു സൈഡിൽ നിന്ന് മാറുന്നതാണ്. നമുക്കിനി അങ്ങോട്ട് പോവാം. അല്ലെങ്കിൽ ലൈറ്റ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ക്ലിപ്പ് ആഡ് ചെയ്യാം. ഗൈസ് നമ്മളൊരു ഫ്രൈഡ് ചിക്കൻ മോമോസ് പ്രതീക്ഷിച്ച് വന്നതാണ്. എന്ത് പറ്റിയായിരുന്നു എന്താവി? എന്നാ പറ്റി? ഗൈസ് നമ്മൾ ആഗ്രഹിച്ചു വന്ന ചിക്കൻ ഫ്രൈഡ് മോമോസ് ഇവിടെ ഇല്ല. ഇന്നലെ തൊട്ട് ആഗ്രഹിച്ച ഗൈസ് ഞങ്ങൾക്ക് മാത്രം എന്താ ഇങ്ങനെ? ഇന്നലെ വന്നപ്പോ ഇന്നലെ ഇല്ലായിരുന്നു, തീർന്നു. അപ്പൊ ഇനി ഞങ്ങൾ നേരത്തെ വന്നതാ കിട്ടൂന്ന് ഓർത്ത്. ഗൈസ് നമ്മള് മോമോസ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഫസ്റ്റ് ടൈം യെസ്. നെക്സ്റ്റ് ട്രൈ ചെയ്യിപ്പിക്കാൻ പോകുന്നത് മാംഗോ ഷേക്ക്. ഇത് കൊള്ളാം. നൈസ് സാധനം. മോമോസ് അവർക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അനീനയ്ക്ക് പിന്നെ മോമോസ് സെക്കൻഡ് മാംഗോ ഷേക്ക്. എനിക്കറിയാമല്ലോ മാംഗോ ഷേക്ക് നല്ല ഇവിടുത്തെ. പക്ഷെ ഇവരെ ട്രൈ ചെയ്തിട്ട് നല്ലതായില്ലെങ്കിൽ പേടിയുണ്ടായി. നല്ലതാ മാങ്ങ ഇങ്ങനെയാണ് നമ്മൾ കാണുന്ന അതേ സെറ്റ് സാധനം. ഹായ് നിതീഷ. ഹലോ. ഗൈസ് നമ്മൾ സ്റ്റെപ്പ് കയറുകയാണ്. കാരണം നമുക്ക് ലിഫ്റ്റിൽ കയറാൻ പറ്റില്ല. സോ നമ്മൾ സ്റ്റെപ്പ് കയറും. എന്ത് പറ്റി ഗൈസ്? എത്ര ദിവസമായി? 2 ദിവസമായി ഇവിടെ ഇരുന്നിട്ടില്ല. ബാക്കിൽ പിക്ചർ കൊള്ളാം. സോ ഗൈസ് നമ്മള് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മള് തിരിച്ച് റൂമിൽ വന്നിട്ട് കുറച്ച് റെസ്റ്റ് എടുത്ത് നമ്മുടെ വ്ലോഗ് നമ്മളെല്ലാം ചിരിച്ച് നമ്മൾ കരഞ്ഞു. അപ്പോൾ നമ്മളിനി ഫുഡ് കഴിക്കാൻ പോവാം. 8:30 to 9 വരെയാണ് നമ്മുടെ ഫുഡ് ടൈം, ഡിന്നർ ടൈം. പക്ഷെ ഇപ്പൊ സമയം കൃത്യം 9 o'clock ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഡോർ തുറന്ന് പോവാൻ നിങ്ങൾ തുടങ്ങിയപ്പോഴാണ് നമ്മൾ ഈ സാധനം കാണുന്നത്. ഇങ്ങനെ ഒരു സാധനം. അപ്പോൾ നമ്മൾ താഴോട്ട് ഇങ്ങനെ വായിച്ചതപ്പോ നമ്മുടെ ഒരു പേര് കണ്ടത് സഹൽ 100 രൂപ. അപ്പോ സഹലിനെ അലക്കാൻ കൊടുക്കുന്നത് നമുക്ക് 100 രൂപയാണ് നമ്മൾ മേടിക്കുന്നത്. അപ്പം സഹൽ ബൈ ഇത് കാണുന്നുണ്ടെങ്കിൽ കമന്റ് ബിലോ. ഓക്കെ ഫുഡ് കഴിച്ചിട്ട് വരാം ഗൈസ്. അപ്പൊ നമുക്ക് രാത്രി ഡിന്നറിന് കഴിക്കാൻ വേണ്ടി ചോറ്, പനീർ, പിന്നെ പപ്പടം, പിന്നെ എനിക്ക് തോന്നുന്നു ക്യാബേജും ക്യാരറ്റും കൂടെ ഇട്ടുള്ള തോരനാണെന്ന് തോന്നുന്നു. അപ്പോൾ പിന്നെ നമുക്ക് കൊണ്ടാട്ടവും കൂടെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ മോര് ഇട്ടിട്ട് കളിയില്ല. നമ്മുടെ ആ മോര് നിങ്ങളെ വീഡിയോ കാണിച്ചിട്ടില്ലല്ലോ. മോരെന്ത് ചെയ്യാ ഗൈസ്? ഇതാണ് ഈ വെള്ളം മാത്രം മുങ്ങി നിൽക്കുന്നത്. മോരും വെള്ളം. അപ്പൊ ഗൈസ് കഴിച്ചിട്ട് വേണം ഇനി. അപ്പൊ ഗൈസ് നമ്മള് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ച് നമ്മുടെ റൂമിൽ വന്നു. അപ്പോൾ നമുക്കിത് രാത്രിയിൽ ഞാൻ സ്റ്റെപ്പ് കയറിയപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത പനീറാണെന്ന് തോന്നുന്നു എന്നുള്ളത്. സന്തോഷമാണ്. ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ പനീർ കഴിച്ചത്. അപ്പോൾ ഇവർക്ക് ടേസ്റ്റ് ചെയ്യിപ്പിച്ചു. അപ്പോൾ ഇവർക്കെല്ലാം ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഏജൻസിന്റെ ഫുഡൊക്കെ നല്ല അടിപൊളി സാധനമാണ്. അപ്പോൾ ഞാൻ വീഡിയോയിൽ ഇതുവരെ പറഞ്ഞിട്ടില്ല. സത്യമായി ഞാനൊരു 9 വർഷത്തിന് ശേഷമാണ് ഞാൻ എൻ്റെ സ്വന്തം സ്ഥലത്തേക്ക്, അതായത് ഡൽഹി എൻ്റെ സ്വന്തം സ്ഥലമല്ല, ഉത്തർപ്രദേശാണ് എൻ്റെ സ്വന്തം സ്ഥലം. പക്ഷെ അവിടെ എത്തിയപ്പോൾ നോർത്ത് നമ്മളിപ്പോൾ ഞാൻ കർണാടകയിലാണ് പഠിക്കുന്നെങ്കിലും അവിടുത്തെ നോർത്ത് ടച്ച് ഇല്ല. പക്ഷെ ഇവിടെ എന്ന് വെച്ചാൽ പക്ക നോർത്ത് ടച്ചാണ്. അപ്പൊ നമുക്ക് ആ ഒരു ഫീല് കിട്ടും. നൊസ്റ്റു അടിയത്തില്ല ആ സംഭവം അല്ലേ? അപ്പം അതല്ല ഗൈസ്, നമ്മൾ കഴിച്ചു കഴിഞ്ഞ് വന്നതേ ഉള്ളേ. ഒരാള് നോക്കിക്ക് ഓറഞ്ച് കഴിച്ചോണ്ടിരിക്കുക. ഇവര് ഓറഞ്ച് കഴിച്ചപ്പോ ഞാൻ കഴിക്കാതെ ഞാൻ അവിടെ മാറ്റി വെച്ചത്. അത് ഞാൻ കഴിച്ചതാ. ഓക്കെ യു കണ്ടിന്യൂ. ഒരു മിനിറ്റ് നൊസ്റ്റു അടിച്ചപ്പം ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പൊ എന്താ പറയുന്നത്, അപ്പം ഇങ്ങനെ മറ്റേ നമ്മള് റോഡിൽ കൂടെ പോകുമ്പോൾ നമ്മള് യുപിയുടെ ആ സൈഡിൽ കൂടെ വന്നപ്പോ നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കുറെ നാളുകൾക്ക് ശേഷം വളവളാന്ന് ഹിന്ദി പറയാൻ. അതെ അതെ അതെ, തൊട്ടേനും പിടിച്ചപ്പോ ഹിന്ദിയാ. യാ നമ്മൾ റൂമിലും ഹിന്ദിമേയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ വാ തുറക്കുന്നില്ല. ഞാൻ ഇവർക്ക് മെയിനായിട്ട് എന്താ
ഇവിടെ ബേസിക് ആയിട്ട് ഷോപ്പിങ്ങിന് പോകുമ്പോ എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ട് നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റും ഞാൻ പഠിപ്പിച്ചു നൈ ചായേ കൊടുത്തിട്ട് ജാവോ പിന്നെന്തൊക്കെയാണ് പിന്നെന്താ മിന്നൂസിൽ പറ അല്ലജോളി പറ നൈ ചായ അത്ര ഞങ്ങൾ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നടക്കുമ്പോ തന്നെ നമ്മുടെ പുറകിൽ ആൾക്കാർ ഇങ്ങനെ വരുമ്പോ ഇത് എന്നൊക്കെ പറഞ്ഞു വരും. അപ്പം ഒറ്റ ഡയലോഗ്. കാരണം ഈ നേരത്തെയൊക്കെ ഫസ്റ്റ് ഡേ പോയപ്പോ എനിക്ക് മനസ്സിലായി ഇവരുടെ ഇതെന്താണ്. അപ്പൊ ഫസ്റ്റ് ഡേ പോയപ്പോ ആൾക്കാർ വരുമ്പോഴത്തേന് വേണ്ടെന്നൊക്കെ പറയുമായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു നഹി ചെയ്യുന്നൊക്കെ പറഞ്ഞാണ്. അപ്പൊ ആരും വരുത്തില്ല അത്രേ ഉള്ളൂ. പിന്നെ നോക്കുമ്പോ തൊട്ടേനും അപ്പൊ നമുക്ക് ആ വീഡിയോ ഒക്കെ നമ്മള് ഇപ്പൊ തന്നെ കാണും. ഞാൻ പറയാം, ഇപ്പൊ ഇന്നലത്തെ വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്ത് തന്നെ നമുക്ക് ഭയങ്കര ഒരു ഇത് കഴിഞ്ഞു പോയി, ഇനി അത് വരില്ല. ഇനി നമ്മൾ നമ്മൾ ഡേ 4 കഴിഞ്ഞു, ഇനി നമ്മൾ ഡേ 5 ആണ്. അപ്പൊ അത്ര പെട്ടെന്ന് ദിവസങ്ങൾ പൊക്കോണ്ടിരിക്കുകയാണ്. ഭയങ്കര മെമ്മറിയാണ്. അപ്പൊ ഈ ബ്ലോഗ് എന്നൊക്കെ പറഞ്ഞ സത്യം നമ്മൾ ലൈഫ് ടൈം ആയിട്ടുള്ള ഒരു മെമ്മറിയാണ്. നമ്മളിപ്പോ എത്ര 4 ദിവസം കഴിഞ്ഞ് പോയാലും നമ്മൾ യൂട്യൂബ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു മെമ്മറി ആയിരിക്കും. അപ്പം നമ്മളപ്പോ ഗോ ത്രൂ ചെയ്യും, ഇതൊക്കെയായിരുന്നു നമ്മുടെ. ഇപ്പൊ നമുക്ക് വിചാരിക്കും ഇതെന്താ ടൂറ്, മറ്റേ മടുപ്പ്, ഓരോ ദിവസം ഇവരെന്തിനാ ഇടണേ, ഒന്നും ഇല്ലല്ലോ സംഭവം നമുക്ക് കാണാൻ വേണ്ടിയാ. പിന്നെ ഇത് ഞാൻ എഡിറ്റ് ചെയ്ത് ഞാൻ ഇതിപ്പോ നിങ്ങൾ കാണുന്ന ഓരോ ദിവസം കുറെ കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ കാണുന്നത്. ഇടാൻ പറ്റത്തില്ല. ഇന്നിപ്പോ എത്രാം തീയതി? 24. നമ്മൾ ട്രെയിനിലെ യാത്ര എത്തിയിട്ടുള്ളൂ ഇപ്പോഴും. അപ്പൊ അതാ പഴയത് ഓരോന്ന് ഞാൻ പഴയത് ഇടുന്നിട്ട് ഇവരോട് ഞാൻ പറയാം എന്തെങ്കിലും ഉണ്ടോ നോക്കാൻ പറയാം, എഡിറ്റ് ചെയ്തത് എന്നിട്ട് ഇടും. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കൂടി കഴിയുമ്പോ ഇവിടെ. അപ്പൊ ഇന്നത്തെ നമ്മൾ ഡേ 5 നാളെ ഒരു കിടുക്കാച്ചി വീഡിയോ നമ്മൾ വരുന്നതായിരിക്കും. അപ്പൊ അത് കിടുക്കാച്ചി സൂപ്പർ. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.